സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, DC ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെയും അതിനെ തുടർന്നുള്ള കൾച്ചറൽ ഫെസ്റ്റിൻ്റെയും ഭാഗമായി ഇന്നത്തെ ഈ മനോഹരമായ രാത്രിയിൽ നിങ്ങൾക്ക് മുമ്പിൽ കഴിഞ്ഞ 50 വർഷത്തിലൂടെയുള്ള ഒരു ഭാഷയിലൂടെയും സംഗീതത്തിലൂടെയും സാഹിത്യത്തിലൂടെയും എന്ന് വേണമെങ്കിൽ പറയാം. അത് എത്രത്തോളം ആളുകൾ രസിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ ഗൗരവതരമായ 2 പ്രഭാഷണങ്ങൾ കഴിഞ്ഞിരിക്കുന്ന വേദിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ഒരു പ്രഭാഷകനെ പോലെയോ അതല്ലെങ്കിൽ ഒരു വളരെ ഗൗരവമായി സംസാരിക്കുന്ന ഒരാളെ പോലെയോ ഒക്കെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമായി മാറും. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാറുന്ന മലയാളിയെ കുറിച്ചുള്ള എൻ്റെ ഒരു ചിന്തയാണ് ഈ പരിപാടിയുടെ ഇതിവൃത്തം. അപ്പൊ നമ്മള് സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പരിപാടികളിൽ ആരാണ് മലയാളി, ആരാണ് ഈ മലയാളി എന്നൊക്കെ ചില പരിപാടികൾ നമ്മൾ കാണുന്നുണ്ട്. അത് ഈ പൊറോട്ടയെ കുറിച്ചും ചപ്പാത്തിയെ കുറിച്ചും ഒക്കെയാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്കതല്ല, നമ്മൾ മറ്റൊരു രീതിയിലാണ്, നമ്മൾ മാറുന്ന സംഗീതത്തെ കുറിച്ചായിരിക്കും ചിലപ്പോൾ സംസാരിക്കുക. നമ്മളെ സംബന്ധിച്ചപ്പോൾ ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഈ പരിപാടികൾക്ക് ഇടയ്ക്കും നിങ്ങൾ പാട്ടിന്റെ ചെറിയ ശകലങ്ങൾ കേട്ടു, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എറണാകുളം എന്ന് പറയുന്ന സ്ഥലം പല മാറ്റങ്ങളെയും ആദ്യം മുതലേ മാറ്റങ്ങൾക്ക് കാരണമായിട്ട സ്ഥലമാണ്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം പണ്ട് കായലായിരുന്നു എന്നാണ് പറയുന്നത്. എറണാകുളത്തുള്ള എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് എൻ്റെ കൂടെ അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ ഇത് കായലായിരുന്നു, മണ്ണിട്ട് നികത്തിയതാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആലോചിച്ച കാര്യം, എറണാകുളം ഈ നിലയ്ക്ക് പോയാൽ നമ്മൾ ദുബായിലെ പോലെയൊക്കെ കടലിൽ നികത്തി പോണ്ടി വരും. കാരണം അത്രയ്ക്കധികം വാഹനങ്ങൾ കൂടുന്നു, അത്രയ്ക്കധികം ആൾത്തിരക്ക് കൂടുന്നു, അത്രയ്ക്കധികം കൊതുകുകളും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല. 50 വർഷത്തെ ഏറ്റവും വലിയ എറണാകുളത്തെ അല്ല കേരളത്തിന്റെ മാറ്റമാണ് ഈ കൊതുക് എന്ന് പറയുന്ന സാധനം. അതിനേക്ക് വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് ചില എഴുത്തുകാരൊക്കെ താമസം മാറ്റി പോകുന്നത് തന്നെ മാലിന്യങ്ങൾ നിറഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ എൻ്റെ പരിപാടിയുടെ ഒരു സാധാരണയിൽ ഞാൻ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു യാത്രയാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്തിനായാലും നമ്മളൊക്കെ മലയാളികളാണെന്നാണല്ലോ വെപ്പ്. മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയുമുള്ള ഒരു പ്രത്യേകതരം ഇനത്തിൽപ്പെട്ട ഒന്നാണ് മലയാളി. അപ്പൊ നമുക്ക് മലയാളത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടല്ല, പാടിക്കൊണ്ട് ഇതിനെ ആരംഭിക്കാം. മലയാള ഭാഷയെ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മലയാള ഭാഷയ്ക്ക്, അതായത് മലയാള ഭാഷയുടെ ഈ അക്ഷരങ്ങൾ, ഈ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കി തന്നു എന്ന് പറയുന്ന നമ്മുടെ മലയാള ഭാഷയുടെ ആചാര്യനായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ തൃപ്പാദങ്ങളിൽ ഈ പരിപാടി സമർപ്പിക്കുന്നു. മലയാള ഭാഷയ്ക്ക് എൻ്റെ പ്രണാമം. തുഞ്ചൻ തണ്ടിരുനാരായത്തിൻ തുഞ്ചത്തു ഞാലാടി കൊഞ്ചും കിളിമകൾ പാടി വളർത്തിയ മഞ്ജുതരം മൊഴി മലയാളം, മഞ്ജുതരം മൊഴി മലയാളം. തുഞ്ചൻ തണ്ടിരുനാരായത്തിൻ തുഞ്ചത്തു ഞാലാടി കൊഞ്ചും കിളിമകൾ പാടി വളർത്തിയ മഞ്ജുതരം മൊഴി മലയാളം, മഞ്ജുതരം മൊഴി മലയാളം. അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി നമ്മിലരിഞ്ഞു മലയാളം, അമ്മയുറക്കാൻ പാടിയ പാട്ടിലെ അൻപാണല്ലോ മലയാളം. അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി നമ്മിലരിഞ്ഞു മലയാളം, അമ്മയുറക്കാൻ പാടിയ പാട്ടിലെ അൻപാണല്ലോ മലയാളം. മാമ്പൂവിൻ മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം, മാമ്പൂവിൻ മണമോലും നമ്മുടെ നന്മൊഴി മറുമൊഴി മലയാളം. ഇളനീർ മധുരം ഇനിയും നമ്മുടെ ഹൃദയ തിരുമൊഴി മലയാളം, ഹൃദയ തിരുമൊഴി മലയാളം, മലയാളം. തുഞ്ചൻ തണ്ടിരുനാരായത്തിൻ തുഞ്ചത്തു ഞാലാടി കൊഞ്ചും കിളിമകൾ പാടി വളർത്തിയ മഞ്ജുതരം മൊഴി മലയാളം, മഞ്ജുതരം മൊഴി മലയാളം.
ശബ്ദം ഉണ്ടായിരുന്നില്ല. ഞാനൊരു വലിയ സാഹസത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്റെ കഴിഞ്ഞ ജനുവരി മാസം 28-ാം തീയതി ഒരു TV പ്രോഗ്രാമിന് വേണ്ടി ഞാനിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആങ്കർ കോമ്പയർ അത് ചെയ്തുകൊണ്ട് എന്റെ ശബ്ദം അടഞ്ഞു. കഴിഞ്ഞ് എന്നോട് 2 ആഴ്ച വോയിസ് റെസ്റ്റ് പ്രിസ്ക്രിപ്ഷന്റെ കയ്യിൽ ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ആദ്യം നടന്ന പരിപാടി, അതുകൊണ്ട് പിച്ചങ്ങട്ട് കയറിപ്പോയപ്പോ ചുമച്ചു. ക്ഷമിക്കണം, ഇത് വീഡിയോയിൽ എടുക്കുന്നവർ സൂക്ഷിക്കണം. ജയരാജ് വാര്യരുടെ കൊര നിങ്ങളിത് കൊണ്ടുപോയിട്ട് എവിടെയും കാണിക്കരുത്. വരയ്ക്കാൻ ഒട്ടും മോശമുള്ള ആളല്ലെങ്കിലും ഇടയ്ക്കൊരു കൊര വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. കൊര എന്ന് നമ്മൾ അങ്ങ് വടക്കാണ് പറയുക. അപ്പൊ ഞാൻ ഈ പാടിയ കവിത മലയാളത്തെ കുറിച്ച് ONV എഴുതി ദേവരാജ് മാസ്റ്റർ ശ്രീണമിട്ട ഏറ്റവും പ്രശസ്തനായ മലയാളി എന്ന് പറയാവുന്ന എറണാകുളത്തുകാരനായ ഒരു മലയാളി പാടിയ ഒരു പാട്ടാണ്. ഇത് എഴുത്ത് മലയാളത്തിലാണ് ഞാൻ ഈ പാടിയത്. ഇനി നമുക്ക് സാധാരണ മലയാളത്തിലേക്ക് കടക്കാം. അതായത് അതാണ് ഏറ്റവും വലിയ മാറ്റത്തിന്റെ ഒരു 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 മലയാളം. ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് അതിലും മാറ്റം വന്നിട്ടുണ്ട് സംസാര ഭാഷയിൽ. ഇപ്പൊ എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ എറണാകുളത്തുകാരായാലും ഞാൻ തൃശ്ശൂർക്കാരനായാലും നമ്മൾ പറയുന്നത് എന്റെ അമ്മേ എന്നാണ്. എന്റെ അമ്മേ എന്ന് പറയും. അങ്ങനെ പറയാത്തവരാരുമില്ല. അത്ഭുതമായിരിക്കണം കാണുന്നത്. പക്ഷെ ഇപ്പൊ അത്ഭുതം കാണലും കുറവാണ്. കഴിഞ്ഞ എല്ലാം നമ്മുടെ വീടിന്റെ അകത്ത് വന്നപ്പോൾ എല്ലാ വിധത്തിലുള്ള വിവര സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന വാക്ക് തന്നെ അപകടമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി എന്നല്ല ശരിക്കും പറയേണ്ടത്. അങ്ങനെയാണോ പറയുന്നത്? മുന്നറിയിപ്പ് ടെക്നോളജി എന്ന് പറയുന്നത് അത് തെറ്റാണ്. എനിക്ക് തോന്നിയിട്ടില്ല. അത് വലിയ വലിയ ആൾക്കാർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. വിവര സാങ്കേതിക വിദ്യകളും എല്ലാ അവിവരങ്ങളും നമ്മുടെ വീട്ടിലെത്തിയപ്പോ നമുക്ക് അത്ഭുതം കൊള്ളാനുള്ള ഒരു സംഗതി പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യാതൊരു അത്ഭുതമില്ലല്ലോ. കുട്ടികൾക്ക് കഴിഞ്ഞ 50 വർഷത്തെ ഒരു കേരളം എടുത്ത് നോക്കുമ്പോൾ ഈ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് പല കുട്ടികളുടെ മുഖത്തും അത്ഭുതമൊന്നുമില്ല. പ്രത്യേകിച്ച് എറണാകുളത്ത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ എന്ത് കണ്ടാലും എന്ന് പറയുന്ന അവസ്ഥയാണ്. അതിന്റെ കുഴപ്പം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലത്തെ കാര്യമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അത്ഭുതം കൊണ്ടു കഴിഞ്ഞാൽ അല്ല അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മലയാളിയും എന്റെ അമ്മ എന്ന് പറയും. എന്റെ നാട്ടിലൊക്കെ ചില ആൾക്കാർ എന്റെ അമ്മ എന്നാണ് പറയുക. പക്ഷെ തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരിക്കലും അങ്ങനെ പറയില്ല. ആ എന്ന് നമ്മുടെ ആദ്യത്തെ അക്ഷരമാണ്. നമ്മുടെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഭാഷയുടെയും ആദ്യത്തെ അക്ഷരം ആ എന്നാണ്. മലയാളത്തിന്റെ അല്ല, സംസ്കൃതത്തിന്റെയും ആ എന്നാണ്. ഹിന്ദിയുടെയും ആ തന്നെയാണ്. പക്ഷെ ഇംഗ്ലീഷിന്റെയും ആദ്യത്തെ അക്ഷരം ആ തന്നെയാണ്. അതാണല്ലോ എ. പക്ഷേ തിരുവനന്തപുരത്ത് എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് ഒരിക്കലും ആ എന്ന് പറയുന്ന പരിപാടി ഇല്ല. ആ വെച്ചുകൊണ്ട് ആദ്യാക്ഷരം വെച്ചുകൊണ്ട് അത്ഭുതം കൂടിക്കഴിഞ്ഞാൽ പറയുന്ന പരിപാടി. അവിടെ അമ്മ എന്ന വാക്കിന്റെ നമ്മൾ ഉപയോഗിക്കാത്ത വാക്കാ പറയാം. അവിടെ തള്ളേ എന്നാണ് പറയുന്നത്. അത്ഭുതം വന്നു കഴിഞ്ഞാൽ തള്ളേ ഇത് എന്തെങ്കിലും എന്നാണ് തിരുവനന്തപുരത്ത് പറയുന്നത്. നമ്മള് വല്ലാത്ത ദേഷ്യം വരുമ്പോഴാണ് തള്ളേ എന്ന് വിളിക്കുക. അതാണ് തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത. നമ്മൾ ഭരിക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2007 നമ്മൾ നിൽക്കുന്നത്. 2006 കേരളത്തിന് 50 തികഞ്ഞത്. 2006 ഏറ്റവും വലിയ പ്രത്യേകത 2 മുഖ്യമന്ത്രിമാരാണ്. 2 പൊട്ടിയ തപാൽ ബോംബുകളാണ്. 206 എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ എന്നുള്ള 6ആണ്. അപ്പൊ എല്ലാം അതിന് ശരിയായി. 2006 മലയാളികളായി നമ്മൾ കേരളത്തിന് 50 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മൂക്കിൽ വിരൽ വെച്ച് നടന്നത്. മൂക്കിൽ വിരൽ വെച്ച് നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. 2006 നിന്നും 7 കടന്നപ്പോഴും നമ്മുടെ വിരലും മൂക്കുമ്പോൾ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു എല്ലാം പ്ലൂറലാണ്. അതായത് അവിടെ മൈക്ക് എന്ന് പറയില്ല, മൈക്കുകൾ എന്ന് പറയും. ലൈറ്റ് അല്ല, ലൈറ്റുകൾ, മൈക്കുകള്, ലൈറ്റുകള്, ഫാനുകള്, ബുക്കുകള്, കായലുകള്, ടൗണുകള്, എല്ലാം പ്ലൂറലാണ്. അപ്പൊ ഞാനൊരാളോട് ചോദിച്ചു, നിങ്ങൾ പൂക്കൾക്ക് എന്ത് പറയും? പൂക്കൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്ലൂറലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, പൂക്കൾക്ക് എന്ത് പറയും? ഒറ്റയ്ക്ക് നിൽക്കുന്നതാണല്ലോ പൂ. പൂക്കൾക്ക് എന്ന് പറയുമ്പോ ഞാൻ ജയിക്കാൻ വേണ്ടി പറഞ്ഞു 1000 രൂപ. ഞാൻ പറഞ്ഞു പൂക്കൾ എന്ന് പറഞ്ഞ് എന്നെ തോൽപ്പിച്ച് കളഞ്ഞവരാ തിരുവനന്തപുരത്ത്. പിന്നെ ചോദ്യം തന്നെയാണ് ഉത്തരവും. ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് ജയരാജ് വാര്യർ വന്നില്ലേ എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് ആ സ്റ്റേജിൽ നിൽക്കുന്നു എന്ന് പറയും. ജയരാജ് വാര്യർ വന്നില്ലേ, പരിപാടികൾ നടക്കുന്നു, ആ പരിപാടി നടക്കുന്നു പറയും. തിരുവനന്തപുരത്ത് അങ്ങനെയല്ല. ജയരാജ് വാര്യർ വന്നില്ലേ, ഉത്തരവും ചോദ്യം തന്നെയാണ്. പരിപാടികൾ നടക്കുകയും ഭക്ഷണങ്ങൾ കഴിച്ചില്ലേ, പൊറോട്ടകൾ ഇരിക്കുകയും ബുക്ക് ഫെയർ കണ്ടില്ലേ, 3-4 ദിവസങ്ങളെ കിടക്കുകയും എല്ലാം ഇരിക്കുകയല്ലേ കിടക്കുകയല്ലേ എന്ന് പറയുന്നതാണ്. പക്ഷേ സാക്ഷാൽ ഭഗവാൻ വരെ കിടന്ന സ്ഥലമാണ്. സാക്ഷാൽ ഭഗവാനെ കിടത്തിയിട്ട് 3 നട തുറന്നു വെച്ചു. കാരണം പണത്തിന് തിരുവനന്തപുരത്ത് ചക്രം എന്നാണ് പറയുക. ചക്രം ഉണ്ടെന്ന് ഭഗവാൻ പറഞ്ഞപ്പോഴാണ് ഉണ്ട എന്ന് പറഞ്ഞ് അത് മേടിച്ചു വെച്ചിട്ട് കിടത്തിയിട്ട് 3 നട തുറന്നു വെച്ചു. കുട്ടികളെ തിരുവനന്തപുരത്ത് വിളിക്കുന്ന അപ്പികൾ എന്നാണ്. നമ്മുടെ നാട്ടിൽ അപ്പിക്ക് വേറെ അർത്ഥം. കുട്ടികളെ കാലിലെടുത്ത് അമ്മമാര് അപ്പിയിട കണ്ണാ ഒന്ന് മുക്കടാ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയത് പണ്ടൊരു കല്യാണത്തിന് പോയപ്പോ വരന്റെ പാർട്ടിയായി ഞങ്ങൾക്ക് ഒരു മഞ്ഞ നിറത്തിലുള്ള വെള്ളം സപ്ലൈ. മഞ്ഞ നിറമാണ് വെള്ളത്തിന്. മഞ്ഞ നിറത്തിലുള്ള വെള്ളം കുടിക്കുമ്പോൾ സൂക്ഷിക്കണം, എറണാകുളത്ത് പ്രത്യേകിച്ചും. ഇതിങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ കുടുംബത്തെ കാരണം ചോദിച്ചു, യാത്രകളൊക്കെ വെള്ളങ്ങൾ കുടിക്കണം, അപ്പികൾ കഴിക്കുക, വെള്ളങ്ങൾ തന്നെ വാ എന്നാണ് പറഞ്ഞത്.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മളൊരു യാത്ര ആരംഭിക്കുമ്പോഴാണ് നമ്മൾ 2007 ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകാം. 2007 ജനുവരി മാസം 6-ാം തീയതി കേരള സർക്കാർ ഒരു പുതിയ പരിപാടി ആസൂത്രണം ചെയ്തു. എല്ലാ സർക്കാർ ജീവനക്കാരും എല്ലാ ശനിയാഴ്ചയും മുണ്ടുകൊടുക്കുന്നത്. എന്നിട്ട് ഇപ്പൊ എന്ത് കുത്താണ്ടായി? സർക്കാർ ജീവനക്കാര് മുണ്ടുടുത്ത് ഓഫീസിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കൈത്തറി മുണ്ട് കെട്ടിക്കിടന്നതിന്റെ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ മുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം പോലെ തന്നെയാണ്, ഈ ഭാഷ പോലെ തന്നെയാണ്. കാരണം കിഴക്ക് മലയും പടിഞ്ഞാറ് അലയും ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് മലയാളം എന്ന് പറഞ്ഞാൽ വലിയ തെറ്റില്ല. അതിനൊരു അലയുണ്ട് അല്ലെ, മലയാളം അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ മുണ്ടും നമ്മുടെ ആ എന്ന അക്ഷരം പോലെ, ആ മുതൽ റാ വരെയുള്ള അക്ഷരം പോലെ ഇങ്ങനെ ഒലഞ്ഞു കിടക്കുന്ന ഒന്നാണ്. അപ്പൊ 2007 ജനുവരി 6-ാം തീയതി നടപ്പിലാക്കിയ നിയമം കേരളത്തിൽ ഒരു നിയമവും നടപ്പാക്കാൻ പറ്റാത്തൊരു നാടാണ് കേരളം. ഈ മുണ്ട് എന്ന് പറയുന്ന സാധനം, മുണ്ട് മുഖ്യമന്ത്രി കൊടുത്തത് വലിയ വിവാദമായി. മുഖ്യമന്ത്രി കൊടുത്തത് വേറെ മുണ്ടിന്റെ വേറൊരു ചിന്തയുള്ള ആളുടെ കയ്യിലാണ് കൊടുത്തത്. പക്ഷെ അത് കൊടുക്കാൻ പറ്റുമെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. അപ്പൊ ഈ മുണ്ട് എന്ന് പറയുന്ന സാധനം കഴിഞ്ഞ 50 വർഷം കൊണ്ട് കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഈ 1950-കളിൽ, അതായത് 56-ൽ കേരളം പിറന്ന കാലത്ത് ഇത് നമ്മുടെ നാടാണ് എന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ അച്ഛന്മാർ, അതായത് 56-ൽ ഒരു 20 വയസ്സുള്ള ആൾക്ക് ഇപ്പൊ എത്ര വയസ്സാണ്? 56, 66, 76, 86, 96, 2000 എത്ര വയസ്സാണ്? ഇപ്പൊ 70 വയസ്സാണ്. വേണ്ട, 75 വയസ്സ്. അവരൊക്കെ മുണ്ട് വളച്ചെടുത്തിരുന്ന് വളരെ അന്തസ്സോട് കൂടിയായിരുന്നു. പണ്ടത്തെ എറണാകുളത്തായാലും പണ്ടത്തെ തിരുവനന്തപുരത്തായാലും പണ്ടത്തെ കൊച്ചിയിലായാലും പണ്ടത്തെ തൃശ്ശൂരായാലും മുണ്ട് വളച്ചു കുത്തുമ്പോൾ കാരണവന്മാർ വളരെ അന്തസ്സോട് കൂടിയ മുണ്ട് വളച്ചു കുത്തുക. പൊതുസ്ഥലത്ത് നിൽക്കുമ്പോൾ, പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ, ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ മുണ്ടൊക്കെ ഇങ്ങനെ താഴെയിടും. പക്ഷെ അത് 50 വർഷം കഴിഞ്ഞപ്പോൾ ആ മുണ്ട് വളച്ചു കൊടുക്കൽ ഇങ്ങനെയായി മാറിയിരുന്നു. ഇപ്പോഴത്തെ കേരളത്തിലെ ചെറുപ്പക്കാർ കൊടുക്കുന്ന രീതിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ മാറുന്ന മലയാളിയുടെ 50 വർഷത്തെ വസ്ത്രധാരണത്തിന്റെ ഒരു ആവശ്യം നിങ്ങൾ ആലോചിച്ച് നോക്കും. വളരെ വൃത്തിയായി മുണ്ടെടുക്കുകയും പൊതുസ്ഥലത്ത് നിൽക്കുമ്പോൾ മുണ്ടിങ്ങനെ പിടിക്കുകയും അത്യാവശ്യം ബഹുമാനിക്കുന്ന ആളുകളെ കാണുമ്പോൾ ബഹുമാനിക്കുകയും ചെയ്തിരുന്ന മുണ്ടെടുത്തിരുന്ന നമ്മുടെ മുൻ തലമുറയിൽ നിന്ന് 50 വർഷം കഴിഞ്ഞപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഇവിടെയാണ് നമ്മുടെ പെറ്റു നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ എറണാകുളത്തൊക്കെ പല ഫ്ലാറ്റിലുള്ള കുട്ടികൾ പറയുന്നത് മുണ്ടെടുക്കാൻ അറിഞ്ഞുകൂടാതാണ്. അമ്മമാര് പറയുന്നത് അയ്യോ അവന് മലയാളം അറിഞ്ഞുകൂടാ, അതിന്റെ കൂടുതൽ മുണ്ടെടുക്കാൻ അറിഞ്ഞുകൂടാ. വീട്ടിൽ പാന്റ്, ബാത്റൂമിൽ പോകുമ്പോ പാന്റ്, സ്കൂളിൽ പോകുമ്പോ പാന്റ്, കോളേജിൽ പോകുമ്പോ പാന്റ്, മറൈൻ ഡ്രൈവിൽ വരുമ്പോ പാന്റ്, എന്തിന് കടലിൽ ചാടുമ്പോഴും പാന്റ്. പാന്റിന്റെ ചെറിയൊരു കഷ്ണത്തിലേക്ക് ചുരുക്കിയിട്ടുണ്ട് എന്ന് മാത്രം. അപ്പൊ ഞാൻ ഈ മുണ്ടിനെ ഉടുക്കാൻ കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട 50 വർഷത്തിലേക്കാണ് പോകുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട 50 വർഷത്തെ ചിന്തിക്കുമ്പോൾ 51-ലാണ് ജീവിത നൗക എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. ജീവിത നൗക 51-ൽ. അതിലാണ് തിക്കുറിശ്ശി സുകുമാരൻ നായർ എന്ന് പറഞ്ഞ നായകൻ. തിക്കുറിശ്ശി സുകുമാരൻ നായർ സാർ മുണ്ടെടുത്ത് അഭിനയിച്ചാണ്. പക്ഷേ അദ്ദേഹം മുണ്ടിന്റെ ഒപ്പം തന്നെ മേൽമുണ്ടും ഇട്ടിരുന്നു. പണ്ടത്തെ സിനിമയിലെ നായകന്മാരൊക്കെ കുറച്ച് കേമന്മാരാവുന്നത് ഒരു മേൽമുണ്ടുള്ളതാണ്. നമ്മൾ കണ്ടില്ലേ പണ്ട് കെ പി കേശവന്റെ ഒക്കെ പടങ്ങൾ. രസിപ്പിച്ച മുഖ്യമന്ത്രി ഒരിക്കൽ ഉണ്ടായ ഒരു കഥ ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ നമ്മൾ ചിരിച്ചത് ആ മുഖ്യമന്ത്രി സംസാരിക്കുന്ന കേട്ടിട്ടാണ്. കോട്ടയത്ത് വെച്ചൊരു ഫിലിം അവാർഡ് ദാനത്തിൽ ഒരു ചലച്ചിത്ര നടൻ അവാർഡ് മേടിക്കാൻ പറ്റില്ല. ജുബയുടെ അടക്കം എന്റെ ജുബയേക്കാൾ ഇറക്കം ഇത്രയുണ്ട്. കാലിങ്ങനെ 2 കോല് പോലെ കാണാം. അപ്പൊ ജനം പറഞ്ഞോ എനിക്കുണ്ട്, കാരണം എന്താ വെച്ചാൽ പലതരം പുതിയ തരത്തിലുള്ള ജുബയാണ്. ഇപ്പൊ അതുകൊണ്ട് നാടിയിൽ ഇട്ടോട്ടോ നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം. ടെലിഫോൺ പ്രോഗ്രാം ഉണ്ടായിരുന്ന കാലത്ത് ഒരിക്കൽ ഒരു പയ്യന്റെ ഒരു ടീച്ചർ വിളിച്ചു, പ്രൈമറി സ്കൂളിലെ ടീച്ചറാണ്. ടീച്ചർ വിളിച്ചു പറഞ്ഞു, ഹലോ ഹലോ ആ മുഖ്യമന്ത്രി അല്ലേ? ആ മുഖ്യമന്ത്രി ഏടുന്നാ വിളിക്കുന്നേ? ഏടുന്ന ഞാൻ പയ്യന്നൂർ എനിക്കറിയാം. പയ്യന്നൂർ ഏടിയാ? പയ്യന്നൂർ അന്നൂർ എനിക്കറിയാം. എന്താ നിന്റെ പ്രശ്നം? അല്ല ഞാനൊരു പ്രൈമറി സ്കൂളിലെ ടീച്ചറാണ്. ടീച്ചർ ആയിക്കോട്ടെ, എന്താ കുഴപ്പം? അല്ല ഞങ്ങളുടെ സ്കൂളിൽ തീരെ കുട്ടികളില്ല. കുട്ടികളില്ലേ? എന്താ കുട്ടികളില്ലാത്ത കാരണം? അല്ല എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് കുട്ടികളില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ജോലി പോകും. കുട്ടികളില്ല അല്ലേ? നിങ്ങൾ എത്ര ടീച്ചർമാരുണ്ട്? ആടാ എത്ര ടീച്ചർമാരും പെടുവോ? ആരാ? ഞങ്ങൾ 2 ടീച്ചർമാരുണ്ട്. 2 മാഷന്മാരില്ലേ? ആര്? ആ മാഷന്മാരുണ്ട്. എത്ര മാഷന്മാരുണ്ട്? 3 മാഷന്മാരുണ്ട്. എന്നിട്ടാ കുട്ടികൾക്ക് കുഴപ്പം എന്ന് ചോദിച്ചതാണ്. അദ്ദേഹം ഉദ്ദേശിച്ച് 2 ടീച്ചർമാരും 3 മാഷന്മാരും കൂടെ എല്ലാം വീടാണ് കയറി ഇറങ്ങി കുട്ടികളെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവന്ന് പഠിപ്പിച്ചുകൂടെ, എന്നാ ഡിവിഷൻ കട്ടാവില്ലോ എന്ന് പറഞ്ഞപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാലം കുറെ നാട് നേരെയാവല്ലേ കുറച്ച് കയറ്റിവിടാം. കയറ്റിവിടുക മാത്രമല്ല ബഹുമാനം കുറഞ്ഞ് പഠിപ്പിച്ച് സാറിനെയൊക്കെ വഴിയിൽ വെച്ച് കാണുമ്പോൾ സാർ എവിടെ കൊണ്ട് സാറേ? സാറൊക്കെ പോയി കഴിഞ്ഞാൽ പോയി പണിയാക്കാൻ പറയാ സാർ എന്ന രീതിയിലാണ്. 70-കളുടെ ആദ്യം ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന പല ആളുകളും 55 വയസ്സ് 50-55 വയസ്സ് പ്രായമുള്ള എന്റെ ജ്യേഷ്ഠന്മാർ. ഇവരാണ് നമ്മുടെ ഗൾഫിൽ പോയവർ, ഇന്ന് പണമുണ്ടാക്കി തിരിച്ചു വന്നവർ.
ഇവരുടെ യൗവനകാലം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ജ്യേഷ്ഠന്മാരുടെ അന്നത്തെ കാലത്തെ ഹെയർ സ്റ്റൈൽ ഒരു കിളിക്കൂട് പോലെയാണ്. ക്രതാവിൽ മുടി തലയിലുള്ളതിനേക്കാൾ കൂടുതലാണ്. ഒരു വര പോലെ ഒരു മീശ വടിച്ച് കഷ്ണപ്പെടും. എന്നിട്ട് അവർ ഇതിനേക്കാൾ ഈ ആട്ടിൻ ചെവി തോൽക്കുന്ന തരത്തിലുള്ള കോളറുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് സ്റ്റൈലൊക്കെ പറയാം. 71, 72, 74 കാലത്ത് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ആ നടപ്പ് ഇങ്ങനെ തന്നെ. 70കളുടെ ആദ്യം ഞാൻ കണ്ട മുണ്ടെടുപ്പാണ്. 70കളുടെ അവസാനം ഞാൻ മുണ്ടെടുത്തു. കാരണം എനിക്ക് 40നും 45നും ഇടയ്ക്കാണ് പ്രായം. എൻ്റെ പ്രായക്കാർക്ക് അറിയാം. അതായത് 80കളിൽ കോളേജിലൊക്കെ നമ്മൾ വിലസുന്ന കൗമാരത്തിന്റെ കാലത്ത് ഞങ്ങളുടെയൊക്കെ മുണ്ടെടുപ്പ് എങ്ങനെയാണെന്ന് അറിയാം. നമ്മുടെ പ്രായക്കാർക്ക് കൃത്യം ഇപ്പൊ മനസ്സിലാവും. ഫുൾ ടൈം വെള്ളപ്പൊക്കത്തിൽ പെട്ട ഫീലിംഗ്, ഫുൾ ടൈം കായലിലാന്ന് തോന്നും ജീവിതം. ഇങ്ങനെ എടുത്തിട്ട് ഇത് ഉറക്കില്ല, ഇത് അഴിക്കുക, വീണ്ടും കൊടുക്കുക. ഈ എറണാകുളത്തൊക്കെ വന്നിട്ട് ആ എറണാകുളത്തെ വീട്ടിലേ നല്ല പിള്ളേരാണല്ലോ അവിടെ. ഇങ്ങനെ മുണ്ടെടുത്ത കാലമാണ്. കുറേശ്ശെ ജിംനേഷ്യത്തിന് പോയിട്ട് ഇങ്ങനെ ഞാൻ പോയിട്ടില്ല. എൻ്റെ കൂട്ടുകാർ പലരും എനിക്ക് 81, 82, 83, 84, 85 കാലത്തെ മുണ്ടെടുപ്പാണ്. എൻ്റെ അനിയന്മാർ ഇപ്പൊ 30നും 35നും വേണ്ട 25നും 30നും ഇടയ്ക്ക് പ്രായമുള്ളവർ 80കളുടെ അവസാനത്തിൽ മുണ്ടെടുപ്പ് തുടങ്ങിയവർ. എനിക്ക് ഓർമ്മയുണ്ട് മുണ്ടെടുത്തിട്ട്. എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് ഒറ്റ കുത്തുകയും ഷോൾഡർ എന്താണ് വൈപ്പണിയാക്കാൻ പറയണ ഇങ്ങനെ. ഇത് 85നും 90നും ഇടയ്ക്കുള്ള മുണ്ടെടുപ്പ്. ഇനി ഞാൻ പറയാം 90കളുടെ അവസാനം, പുതു സഹസ്രാബ്ദം പൊട്ടിവിരിഞ്ഞ കാലം. ഞാൻ പറയാം 99 കഴിഞ്ഞ് 2000 മുതൽ കൂട്ടാം. 2000 മുതൽ 2007 വരെയുള്ള ഇപ്പോഴത്തെ നമ്മുടെ അനിയന്മാരുടെ മുണ്ടെടുപ്പ്. ഇവരാണ് വൈകിട്ട് എന്താ പരിപാടി എന്നതിന്റെ ആസൂത്രണക്കാർ. എങ്ങനെയെന്നറിയോ? ഞാൻ ആദ്യം കാണിച്ചത്, അതായത് ഒരാളെയും ബഹുമാനമില്ല, ഒന്നിനും താല്പര്യമില്ല. പുസ്തകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാ പുസ്തകം എന്ന് ചോദിക്കുന്ന ആളുകൾ. അവരാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ലോകം നയിക്കുന്ന ആൾക്കാർ. മുണ്ടെടുക്കുന്ന എങ്ങനെ ചുരുട്ടി മടക്കി. ഇതാണ് ഈ 50 വർഷം തികയുന്ന മാറുന്ന മലയാളത്തിന്റെയും മാറുന്ന കേരളത്തിന്റെയും മാറുന്ന മലയാളിയുടെയും അടയാളം, അല്ലെങ്കിൽ മലയാള മുദ്ര എന്ന് പറയുന്നത്. ഇങ്ങനെ മുണ്ടെടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ സാധനം 50 വർഷം കഴിഞ്ഞപ്പോൾ ഈ മുണ്ടിനും വലിയ സ്ഥാനമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ 16നും 20നും ഇടയ്ക്ക് പ്രായമുള്ളവരെ നിങ്ങൾ ഇങ്ങനെ മുണ്ടെടുത്ത് കാണുന്നുണ്ടെങ്കിൽ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിന് 55 വയസ്സ് തികയുമ്പോൾ, നിങ്ങൾ ഓർക്കുക, 55 വയസ്സ് തികയുമ്പോൾ ഈ ഒരു തുണി കഷ്ണം നമ്മുടെ കൗമാരക്കാരുടെ ശരീരത്തിലുണ്ടാവാൻ തരമില്ല. മറ്റേ സാധനമായിരിക്കും. ഈ വഴിയിലൂടെ പോയി ഇഷ്ടം പോലെ വിൽക്കാൻ പറ്റുന്നത് എന്താ അറിയോ? ഒരു 5 വയസ്സിൽ ഒരു 50 എടുത്ത് വെച്ചാൽ ഒരു 50 വയസ്സ് വരെ സുഖമായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാര്യം ആ നൂലുണ്ടല്ലോ ചിലരുടെ ഇടയ്ക്കൊന്ന് മാറ്റണം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നാണവും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. ഇപ്പൊ 50 വർഷത്തിൽ ഈ കേരളത്തിന്റെ കഴിഞ്ഞ 50 വർഷത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ മുണ്ടിലൂടെ കടന്നു പോകാൻ കാരണം ജനുവരി 6-ാം തീയതി സർക്കാർ ഇങ്ങനെ ഒരു കാര്യം ഇറക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളും രാഷ്ട്രീയ രംഗത്തെ ആളുകൾക്ക് മുണ്ടെടുക്കുന്നതുകൊണ്ട് വേറെ പ്രയോജനമുണ്ട്. കാരണം എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ, അത് ഏത് സഭയിലായാലും അല്ലെ, ദേഷ്യം വന്ന നമ്മളെ പോലെ സാധാരണക്കാരായ ആൾക്കാർക്ക് അത് കാണിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ മുണ്ടിനെ വളരെ മനോഹരമായി ഉപയോഗിക്കുക. മുണ്ടാണ് മലയാളിയുടെ യഥാർത്ഥത്തിലുള്ള വസ്ത്രം എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ത്രീകളുടെ ഒരു വസ്ത്രത്തിലേക്ക് കൂടെ പ്രവേശിച്ചുകൊണ്ട് നിർത്താം. പുരുഷന്മാർക്ക് മുണ്ട് പോലെ സ്ത്രീകൾക്ക് ദാവണി പോയപ്പോൾ കിട്ടിയ വേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേഷം. ദാവണി കൊടുത്തിരുന്ന കോളേജ് കുമാരിമാരുടെ കാലത്ത് കോളേജ് പഠിച്ച ഒരാളായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച പെൺപിള്ളേര് ദാവണി കൊടുത്തു വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. മുഖത്തേക്കല്ല നോക്കുക. ദാവണി എടുത്ത പെൺപിള്ളേര് ജയരാജയെ എന്ന് വിളിക്കുമ്പോ ഇങ്ങനെയാണ് മുഖം എന്നിട്ട് ഇങ്ങനെ വെക്കാൻ. അപ്പൊ അവർക്ക് വിവരം മനസ്സിലാവും, അത് വേണ്ടാ അമ്പടാ. പക്ഷേ 50 വർഷത്തെ കേരളീയ ജീവിതത്തിന്റെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു സുരക്ഷിതത്വം കിട്ടിയത് ഈ വസ്ത്രം വന്നതിന് ശേഷമാണ്. ദാവണിയെ നമ്മൾ ക്രോസ് ചെയ്ത് പെർപെൻഡിക്കുലർ അല്ല, അതിനെ ഹൊറിസോണ്ടൽ ആയിരുന്നു. അതാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വേഷം. 50 വർഷത്തെ കേരളീയ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് ഇതിനെയാണ് പറയുന്നത്. എന്താണെന്നറിയോ? സ്ത്രീകളുടെ ശരീരം വളരെ സുരക്ഷിതമാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ ഇപ്പോഴും സാരി ഉടുത്തൊരു സ്ത്രീ വഴിയിലൂടെ പോയാൽ സംഗതി മാറും. ഞാൻ എറണാകുളത്തേക്ക് കണ്ടൊരു കാര്യം പറയാം. ഒരു സ്ത്രീ, നല്ല കുടുംബിനിയായ ഒരു സ്ത്രീയാ, സാരി എടുത്തുകൊണ്ടൊരു ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാ. ഒരുത്തനപ്പുറത്ത് തൊഴാൻ നിൽപ്പുണ്ട്. അവൻ അങ്ങോട്ട് നോക്കിയല്ല തൊഴുന്നത്. സ്ത്രീ തൊഴുന്നു, ഇയാൾ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ സാരി ഉടുത്ത സ്ത്രീ ആയതുകൊണ്ട് എങ്ങനെ നോക്കിയിട്ട്
ഇപ്പോഴും സാരിയുക്ത സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കുറവാണ്. പക്ഷെ ഈ വസ്ത്രത്തിന് അങ്ങനെ ഗുണമുണ്ട്. കാരണം ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്ത്രീകളുടെ ശരീരം മൂടപ്പെടുന്നു എന്നുള്ളതാണ്. ഇതല്ലേ നമ്മുടെ ശരീരത്തിൽ, സ്ത്രീകളുടെ ശരീരത്തിൽ വീണ ഈ തുണിക്കഷ്ണമാണ് കേരളീയ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. പക്ഷേ സ്ത്രീകൾ അറിയുന്നുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. TV-യുടെ പ്രചാരം കൂടിയ കാലത്ത് 50 വർഷം കൊണ്ട് മലയാളിയുടെ കൈകാൽച്ചലിനാണ് മാറിയത്. ഒരു 5 കൊല്ലം മുമ്പ് ഉപയോഗിച്ചിരുന്ന കൈകാൽച്ചലല്ല ഇപ്പൊ നമുക്ക് ഈ കയ്യിൽ എന്തോ ജീവൻ നഷ്ടപ്പെട്ട പോലെയാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഈ കൈ എല്ലാവരും പതുക്കെ എങ്ങനെയാ പതുക്കുക? എന്താ കാര്യത്തിൽ ചാനൽ മാറ്റിയിട്ടേ. ഞാൻ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒരാളൊരു ഹലോ ജയരാജു പരിപാടി കാണാറുണ്ട് കേട്ടോ. ഞാൻ ചെന്ത് പറ്റി കയ്യില് അത് അങ്ങനെയാണ്. വീട്ടിൽ ചെന്ന 1 മിനിറ്റ് ഒഴിവില്ലോ അതിങ്ങനെ മാറ്റി അല്ല ഇങ്ങനെയൊക്കെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണിച്ചാൽ ഇവിടെയൊക്കെ വെറുതെ ഇവരിവിടെയൊക്കെ നിന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ വലിയ കുഴപ്പമില്ല. പക്ഷെ മൗസ് ചെയ്ത് ശീലിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചാണല്ലോ അടി പാർസൽ അയച്ചു വരും. പക്ഷെ ഞാൻ പറയുന്നു, ഈ ചാനലിലൂടെ നമ്മൾ കാഴ്ച കാണാൻ തുടങ്ങിയപ്പോഴാണെന്ന് തോന്നുന്നു നമ്മുടെ സ്ത്രീകൾ ഈ ഇത് ഇറങ്ങിയ കാലത്ത് പിൻ ചെയ്തുകൊണ്ട് വളരെ കോൺഷ്യസ് ആയിട്ട് ഇട്ടിരുന്നു സ്ത്രീകൾ. കുഴപ്പമില്ല അല്ലേ? പക്ഷേ സിനിമയും TV-യും കൂടുതൽ കാണാൻ തുടങ്ങിയപ്പോൾ, മറ്റ് ചാനലുകളും റിയാലിറ്റി ഷോകളും അൺറിയാലിറ്റി ഷോകളും ഫാഷൻ ഷോകളും കാണാൻ തുടങ്ങിയപ്പോൾ കുറച്ച് കയറ്റിയിട്ടാ കുഴപ്പമൊന്നുമില്ല അല്ലേ? കുറച്ചുകൂടെ കയറ്റിയിടാം, കുറച്ചുകൂടെ ആവാം, കുറച്ചുകൂടെ. അപ്പൊ ആ കഴുത്തില് ശങ്കരാഭരണം പോലെ ആയിരിക്കും. ഇപ്പൊ MG റോഡിൽ കൂടെയൊക്കെ ചില സ്ത്രീകളൊക്കെ പലപ്പോഴും കാണാറുണ്ട്. അത് അവർ മറക്കുന്നതുകൊണ്ടാണ്. കാരണം ഇത് ഇറങ്ങിയ കാലത്തല്ല. TV തുറന്നാൽ പിന്നെ ഇങ്ങനെയല്ലേ? TV തുറന്നാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും കൃത്യസ്ഥാനത്ത് കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? 50 വർഷത്തെ കാഴ്ച കൃത്യമായിട്ടൊന്നും ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. പരസ്യത്തിലൊന്നും കാണിക്കണ്ട. പരസ്യത്തിലൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, അങ്ങോട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ അടിച്ചു. ഇപ്പൊ ഈ സാരിയുടെ പരസ്യത്തിനകത്ത് സാരി ഉണ്ട്, ബ്ലൗസ് ഇല്ല. അതെന്താന്ന് മനസ്സിലാവുന്നത്? അതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വസ്ത്രം എവിടെയൊക്കെയോ വന്ന് വീഴുന്നു. ചിലത് നല്ലതിന്, ചിലത് മോശമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ 50 വർഷത്തെ നമ്മുടെ ഒരു വളരെ എളുപ്പത്തിൽ നിങ്ങളിലേക്ക് സംവേദനം നടത്താൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായി ഈ പരിപാടിയെ കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം DC ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന്റെയും കൾച്ചറൽ ഫെസ്റ്റിന്റെയും ഭാഗമായി ഒരല്പസമയം എവിടെയൊക്കെയോ നിങ്ങളെ, നമ്മുടെ ഓർമ്മകളെ ഉണർത്തുന്ന പാട്ടുകളിലൂടെയും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന നമ്മെ ഈ രാക്ഷസ തിരമാല പോലെ ആക്രമിക്കുന്ന കാന്താരി പെണ്ണുങ്ങളുടെയും ഒക്കെ ഓർക്കാൻ ഒരു സന്ദർഭം ഒരുക്കി തന്ന ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും ഏതെങ്കിലും ചാനലുകളിലൂടെയോ ഏതെങ്കിലും ഇതുപോലുള്ള അരങ്ങുകളിലൂടെയോ നമുക്ക് വീണ്ടും സംവദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, എനിക്ക് ശബ്ദക്രമീകരണം ചെയ്തു തന്ന സൗണ്ട് സിസ്റ്റത്തിന്റെ ടെക്നീഷ്യന് നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെയൊക്കെ അനുഗ്രഹങ്ങളും നിങ്ങളുടെയൊക്കെ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എളിയ കലാപ്രകടനം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, നിങ്ങളെക്കാൾ ചെറിയ ഈ കലാപ്രവർത്തനങ്ങളെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പൊ എന്താ പറയാൻ കാരണം വെച്ചാല് അതാണ് സിനിമ എന്ന് പറയാൻ കാരണം. പക്ഷെ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയില്ല, എന്നെ പറ്റി ഒന്നും അറിയില്ല അല്ലേ? നത്തിങ്. പേരറിയാം. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രശ്നം. നമ്മുടെ സിനിമ തുടങ്ങുന്നത് ഇതൊരു ഓഡിയോ വിഷ്വൽ മീഡിയ ആണ്. അപ്പം ഒരു വിഷ്വൽ കോമ്പോണന്റ് ഉണ്ട്. എന്നെ കണ്ടു, അത് വിഷ്വൽ കോമ്പോണന്റ് ആണ്. ഞാൻ പറയുന്നത് കേട്ടു, അത് ഓഡിയോ കോമ്പോണന്റ് ആണ്. പക്ഷെ ഒന്നും മനസ്സിലായില്ല, എന്നെ മനസ്സിലായില്ല. അല്ല, റീഡിങ് ലാംഗ്വേജ് ബുക്സ് വായിക്കുന്നില്ല. അപ്പോൾ റീഡിങ് എ സിനിമ, ഇങ്ങനെ സിനിമയെ എങ്ങനെ നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക എന്നൊക്കെയാണ് നമ്മൾ ചെറിയൊരു സമയം കൊണ്ട് പറയാൻ പോകുന്നത്. കാണിച്ചിട്ട് അതെങ്ങനെയാണ് അനലൈസ്, എങ്ങനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഞാനതിൻ്റെ ഘടനകൾ പറയുന്നതിന് ചോദിക്കാൻ കാരണം, ഇപ്പോഴേ നിങ്ങൾ എവിടെ നിൽക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ 20 മിനിറ്റോ 30 മിനിറ്റോ സംസാരിച്ചതിന് ശേഷം നല്ല മാറ്റം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. എന്തുകൊണ്ട് 30 മിനിറ്റ് പറയാൻ പോകുന്നത് കൊണ്ട് നല്ല മാറ്റം ഉണ്ടോ എന്ന് എനിക്ക് അറിയണമെങ്കിൽ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് അറിയണ്ടേ? രോഗിയുടെ നിലവാരം ഇപ്പോഴേ നമുക്ക് മരുന്നിന് ഫലങ്ങളോട് അറിയാൻ പറ്റും. ആ മീഡിയത്തിന് ഒരു 2 ലെവലിലാണ്. ഞാൻ പറഞ്ഞ മാതിരി ഞാൻ എന്നെ കാണിച്ചു, ഒരു പടം കാണിച്ചു, അല്ല എന്നെ കണ്ടു, ഞാൻ കേട്ടു. ഇനി നടക്കുന്നത് എൻ്റെ കമ്മ്യൂണിക്കേഷൻസ്. ഞാൻ നിങ്ങളുടെ ഇന്ററാക്ഷൻ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയും. അതിൻ്റെ സംഭവങ്ങൾ അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓരോ ലെവലും നമ്മൾ അസസ് ചെയ്തുകൊണ്ടിരിക്കും, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും, എങ്ങനെ നടക്കുന്നു. അപ്പൊ സിനിമക്ക് അതിൻ്റെതായ മെത്തേഡുകളുണ്ട്. ഇപ്പൊ സീനിയർ തിയേറ്റർ നമ്മൾ നാടകം നടക്കുന്നു.
അത് കാണുന്നത് വിലയിരുത്തുന്നു. അതേ രീതിയിലല്ല സിനിമയെ നമ്മൾ കാണുന്നത് വിലയിരുത്തുന്നു. പറയുന്നത് എങ്ങനെയാണ് ആ ഒരു സീൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേറെ തിരക്കഥ, പിന്നെ അതിൻ്റെ ലൊക്കേഷൻ എങ്ങനെയുണ്ട്, പിന്നെ ആർട്ട് ഡയറക്ഷൻ എങ്ങനെയുണ്ട്. ആർട്ട് ഡയറക്ഷൻ മനസ്സിലായില്ലേ? ആർട്ട് ഡയറക്ഷൻ ഉണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫി എങ്ങനെയുണ്ട്. ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫോട്ടോഗ്രാഫി നല്ലൊരു പടം കണ്ടിട്ട് ഫോട്ടോഗ്രാഫി എന്ന് പറയുകയാണെങ്കിൽ ആ പടത്തെ പറ്റി എനിക്ക് അഭിപ്രായമില്ല. കാരണം നല്ല കൈയക്ഷരത്തിന് ഒരു നോവൽ നന്നായിട്ട് എഴുതിയിട്ട് നമ്മൾ നല്ല കൈയക്ഷരത്തിൽ എഴുതുകയാണെങ്കിൽ അത് വായിക്കാൻ വളരെ രസമായിരിക്കും. ആ ഒരു സ്ഥാനമേ ഫോട്ടോഗ്രാഫി കൊടുക്കും. അതങ്ങനെ ലയിച്ചു പോകുന്ന രീതിയിൽ അത് ഫോട്ടോഗ്രാഫി പറ്റി അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ മ്യൂസിക്. എവിടെയാണ് മ്യൂസിക്? കുട്ടി പറഞ്ഞത് അത്തരം നല്ല സ്വദേശി ചിത്രങ്ങളെ നമുക്ക് ആസ്വദിക്കാനുള്ള ശേഷി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഔന്നത്യമാണ് നമുക്ക് ഉണ്ടാക്കിയത്. സ്വദേശി ചിത്രങ്ങളെ നമുക്ക് എങ്ങനെ ആസ്വദിക്കാൻ കഴിയണം. நீ வருத்தப்பட வேணாம், நான் இந்த புள்ளி எடுத்து உடம்புல வச்சு விடுறேன். அப்போ உடம்பு பூரா புள்ளி ஏடும். நம்ம ஓட போறோம். அதோ அந்த மரத்தை போய் தொடணும். 1 2 3 சொன்னதுக்கு அப்புறம் தான் ஓடணும். அதுக்கு முன்னாடி ஓடக்கூடாது, ஏமாத்தக்கூடாது. நீயும் தான். ஒண்ணு. ஏன் அவசரப்படுற? பின்னால வா. கோடியே நிக்கணும். 1 2 3. സാംസ്കാരിക മേളയിൽ ഇന്ന് പാചക ദിനം. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥികൾ പ്രശസ്ത പാചക വിദഗ്ധനായ ശ്രീ സഞ്ജീവ് കപൂർ, മാജിക് അവനിലൂടെ പ്രശസ്തയായ ശ്രീമതി ലക്ഷ്മി നായർ, ഈസ്റ്റേൺ ഫുഡ് പ്രോഡക്ട്സിന്റെ ഈസ്റ്റേൺ മസാലയുടെ സ്ഥാപകനായ ശ്രീ മീര എന്നിവരാണ്. आप सबको संजीव कपूर का प्यार भरा नमस्कार. That is the way I've been addressing my viewers on Khana Khazana for last almost 14 years now, non-stop. Whenever I get an opportunity to come to this part of the world, whatever be the excuse, at times it's for some book launch, at times it's for some product launch, at times it's for some other shows, at times for film shooting, at times only for holiday. I always make sure that I take that opportunity and come to this part. But I'm a little difficult. Maybe in years to come I'll try and pick up if I visit this place more, I'm sure that I'll pick up fast. Now, what I'm going to do is the reason for today's visit is that I will be launching my book in Malayalam language, which has never been done. This is the first time we are doing that because
there was constant demand, and we had planned this quite some time back, but thanks to DC Books now, my books, some of the titles would be available in Malayalam language, and I'm sure that users in this part of India would definitely benefit from it. Definitely, we would be benefited. I get it. I thought, let me show you a few quick ideas on cooking. But more than that, what I would want is that I want this session to be interactive. I want you to ask me anything that you want to ask. You can ask me about sports, you can ask me about finance, share market. When you get people together, so Sriram and Vidondini, you cook every day? Lovely. So, and you're a chef with which okay, lovely. So you have been cooking for quite some time. Do you cook every day now? So these two people actually nowadays cook much more than I do. See, that's the beauty that nowadays when do I cook? When I'm filming, when I'm shooting, when I'm training, which I do quite a lot for different kebab, quick and easy, and we'll try and see what else, how we can make it little different, how can we add little some masti into it, something which is different. Okay, so we'll start with you see these ingredients here. Okay, now I want you to think that with these ingredients, if they were there, then what would you do? Ginger, cumin, besan, or this looks like cashew, turmeric, butter. This could be anything. Will you taste it? Yeah, you can. So now, what do you think should come out of it? Okay. So what all do you think should go into this? Cumin and maybe a little bit more. And what else? Okay. Yeah, just a quick, little bit. See why I added a little bit of oil. Butter is it? Okay. You want? Okay. You want to use this? Yeah. With a non-stick molding. Okay, now who can tell me which has less calories, butter or oil? Has less calories than butter. What do you say, chef? Butter has less calories, somebody said. Why do you say that? Can anybody tell me the reason? Okay, calories. 1 gram of fat gives you 9 calories. So fat has maximum calories. Butter has water. Water has no calories. So if you take 100 grams of butter with 100 grams of oil, butter would have less calories. But having said that, butter is saturated fat, which is not considered so good in this. How is it looking? Yeah. So let's put this one now, and you get this recipe. You can take a bit out or whatever. It's not difficult. Now, what all goes into this paste? This is an mustard, and grind it with vinegar, preferably all vinegar. Let's put some chopped
chopped onion. Okay. Yeah, we just need to put this just a tad more. Make sure there is not too much moisture in between. Okay, especially where I will have to add this. Yes. Okay. Now, where I did it not, so it's not something which will taste bad. Less oil. I am cooking with less oil. Now I have got used to cooking without oil. Strongly feel Cochin should have a Khana Khasana opened, and I hope Mrs. Sanjeev Kapoor will seriously think about it. We have now 4 books to be released. Before that, may I request Sri Ram Bharat Verma, Principal, DC School of Management and Technology, to have the formal welcome speech. It's really a pleasure to welcome 3 people who have proved their work in their own fields, and they are excellent in their own fields. They have proved themselves to be extremely capable of doing a very good recipe on the stage. I used to see Mr. Sanjeev Kapoor performing on the television, not because I cook food, because my wife cooks food. And my wife likes his program, and almost every day I think she sees the program. And his presence here at this venue has really added much spice to the whole evening, and is a rare personality who has climbed to the top with hard work, dedication and imagination. Every good chef should have tremendous imagination to bring together things that have not been brought together earlier to make a very good combination, to make a tasty food. So he has succeeded extremely well in his profession, and it is actually a fortune for all the people of Cochin to listen to him and also see him in action. Next is Mrs. Lakshmi Nayak, who is also very popular face on the TV, and also she has popularized cookery to that level in all over the state that people have started taking more interest in cooking. Even I also tried 1 or 2 recipes she used to show on the TV, and she has contributed much to the kitchens of Kerala by way of innovative creations of good. And all the crowd present here, I welcome you, Mrs. Lakshmi Nayak, to this opportunity. Thank you. Good evening. Who has been successfully going forward in the market all over India with a variety of products, from curry powder to bed. I think he has even diversified into creation of beds now. That's Sunidra. So he is actually the right person to be here because he provides the main ingredient to make food very tasty. ഏറ്റവും പരിചിതമായ മസാല കൂട്ടിൻ്റെ പേരിൻ്റെ ഉപജ്ഞാതാവുമായ ശ്രീ മീരാനാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഇന്നിവിടെ
ഒരു അധ്യക്ഷ പ്രസംഗം എന്നുള്ളതിലാണ് ഇവിടെ അനൗൺസ് ചെയ്തെങ്കിലും ഞാനൊരു പുസ്തക പ്രകാശനം ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടൂടെ വന്നതാണ്. അപ്പോഴാണെങ്കിൽ ഒരു അധ്യക്ഷനായിട്ടൂടെ ഇറങ്ങിയത്. ഞങ്ങൾ കളിപ്പോട് വ്യവസായത്തിലേക്ക് വന്നത് 1984 84 നിന്നും ഞങ്ങൾ ഒരു 4 വർഷക്കാലം ബിസിനസ് മറ്റു ബിസിനസ്സിനോടൊപ്പം ചെയ്തെങ്കിലും 88 ഇതിൻ്റെ അനന്തമായ സാധ്യതകൾ മനസ്സിലാക്കി ഞങ്ങൾ 91 ഞങ്ങൾ പുതിയൊരു ഫാക്ടറി എടുത്തു. ആ ഫാക്ടറിയോട് കൂടിയാണ് അന്ന് മുതലാണ് ഞങ്ങൾ 91 മുതലാണ് സജീവമായിട്ട് ഈ രംഗത്തുണ്ട്. ഞങ്ങളിവിടെ ഇന്നിപ്പോൾ ഇവിടെ മോഡേണായിട്ടുള്ള സഞ്ജീവ് കപൂറിൻ്റെ പോലുള്ള അത്യാധുനികമായ പാചകകലകളൊന്നും ഉപയോഗിച്ചല്ല ഞങ്ങൾ ഈ മസാല പൗഡർ മാർക്കറ്റിലെടുത്തത്. ഞങ്ങളത് വീട്ടമ്മമാർക്ക് അത് എങ്ങനെ രുചികരമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥിതി എങ്ങനെയുണ്ട് എന്നുള്ളതിനെ പറ്റിയായിരുന്നു ഈ മാർക്കറ്റിലേക്ക് ഞാൻ വരുമ്പോൾ, ഈ മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ ഇതെങ്ങനെ ഇത് അങ്ങനെ എത്തിക്കാം എന്നുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ. Khazana of Indian recipes being released. We have 2 more books to be released today. That is Eastern Ruchi and Magic Oven. May I request Sri Sanjeev Kapoor to release the book Magic Oven by Srimati Lakshmi Nair, Magic Oven Pajagakala. Mrs. Lakshmi Nair, a very familiar face to all the housewives of Kerala. Now, the book to be released is Eastern Ruchi. May I request Sri Sanjeev Kapoor to release the book Eastern Ruchi. These are the mouth-watering Indian recipes from Eastern Group, published by Current Books. The formal function of releasing books is over, and may I request Sri Sanjeev Kapoor to speak a few words. What better occasion like today's when I get a chance to launch my books written in Malayalam language with that of Miss Lakshmi and Mr. Meeran's Eastern Brands cookbook. It's really an honor, and what was really interesting is that I now will learn how I can write Sanjeev Kapoor in Malayalam. I'll remember that I was just trying to see, and I realized, oh my God, my name is so long. I thought it was so simple, but I promise that by next time when I come back to Kerala, I would have learned how to write at least my name. I would have done that. And thank you very much. Thank you, everybody. Good evening. Actually, indeed, I am very much happy that I've been able to attend this function, and moreover, it's a very novel experience for me to see another person demonstrating, and a person like Sanjeev Kapoor. It is an honor, actually.
And normally, whenever I go for a function, and especially connected with some cookery thing, it is always I who used to cook and demonstrate. But this is something different. It's a very good experience. I really enjoyed his show. And next thing is about my book. I'm indeed grateful and very much thankful to DC Books for having published my second book also. The first book was a success, and there was constant demand for a second book, and that's why I just got this idea of again having a second book. And this is a compilation of what I've done in my television shows. So I hope this book will also be a success, and it will be very useful for the housewives of Kerala. Anyway, thank you very much. I take this opportunity to thank DC Books and the organizers of this event. Thank you very much. രണ്ട് വാക്ക് മലയാളത്തിൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇങ്ങനൊരു വേദി സഞ്ജീവ് കപൂറിനോടൊപ്പം പങ്കിടാൻ സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു. നമ്മുടെ നാട്ടുകാർക്കും ഈ രണ്ടാമത്തെ ബുക്കും അതുപോലെ തന്നെ സ്വീകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. എല്ലാവർക്കും തന്നെ പ്രയോജനപ്പെടുന്ന ഒരു പുസ്തകമായിരിക്കും അത്. കാര്യം ട്രൈഡ് ഔട്ട് റെസിപ്പീസാണ് നമ്മൾ ടി വിയിൽ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്, വേറെ പുതിയതായിട്ടൊന്നും തന്നെ ഇല്ല. എന്തായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ അത് റിലീസ് ചെയ്യാൻ സാധിച്ചതിലും വളരെ സന്തോഷം. DC ബുക്സിനോട് അതിനുള്ള പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. എല്ലാവരെയും കാണാൻ സാധിച്ചതിലും സംസാരിക്കാൻ സാധിച്ചതിലും താങ്ക് യു വെരി മച്ച്. An answer to Sri Sanjeev Kapoor's query where to eat Kerala delicacies, and Mr. Sri Kumar has suggested Hotel Grand for Kerala delicacies, and I hope Mr. Sanjeev Kapoor will be definitely satisfied. May I invite Sri Ramdas of DC Publications for the formal vote of thanks. നന്ദി പറയുക എന്നതാണ് എൻ്റെ കടമ. ഞാൻ നിർവഹിക്കുന്നത്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് ഈസ്റ്റേൺ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനായ ശ്രീ ബീരാൻ സാറാണ്. അദ്ദേഹത്തിന് DC ബുക്സിൻ്റെയും DC കുമാറിൻ്റെയും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധേയനായ ഒരു പാചക നിപുണനാണ് ശ്രീ സഞ്ജീവ് കപൂർ. അദ്ദേഹം വളരെ ദീർഘകയിലും ഇവിടെയെത്തി നമുക്ക് വേണ്ടി ഡെമോൺസ്ട്രേഷൻ നടത്തുകയും രസകരമായ പാചകാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു.